ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്, എനിക്ക് സുഖമാണ്. എല്ലാവരും ഉറക്കമായി കാണും കേട്ടോ. എല്ലാവരും ഉറക്കമായ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയത്. ഇന്ന് വീഡിയോ എടുക്കേണ്ടെന്ന് കരുതിയതാണ്. പിന്നെയും ഞാൻ ഓടിയെത്തി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് നിങ്ങളോട് ഇത്തിരി കഥ പറയാമെന്ന് കരുതിയിട്ട് ഓടിയെത്തിയതാണ്. എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ് ഉറക്കമായോ? ഞാനും അത്താഴമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ വാർത്തകളും ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാവർക്കും അങ്ങനെ പെണ്ണായി പിറന്ന എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അവളുടെ കല്യാണ ദിവസം. പെണ്ണായി പിറന്ന എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായൊരു ദിവസമാണ് കല്യാണ ദിവസം. എല്ലാത്തിനും പലതിനും ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നൊരു ദിവസം. അതെ, അപ്പം ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 28 വർഷം തട്ടലും മുട്ടലും ചീറ്റലും പൊട്ടലും സ്നേഹവും എല്ലാം കരുതലും എല്ലാം കൂടെ ദുഃഖവും സുഖവും ദുഃഖവും ഇല്ലായ്മയും പിന്നെ എല്ലാം ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി കലർന്ന് ഒരുമിച്ച് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. 28 വർഷം അങ്ങനെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ, ഈശോയുടെ നാമത്തിൽ, ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഇനിയുള്ള കാലവും ജീവിതം ഇതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തു പറയാനാ, വാക്കുകൾ കിട്ടുന്നില്ല. എപ്പോഴും വന്നിരുന്ന കഥ പറയുന്നത് ഞാൻ നേരം കെട്ട നേരത്തായോണ്ടേ നമുക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. നേരം കെട്ട നേരത്തായോണ്ട് വാക്കുകളൊന്നും കിട്ടില്ല. സമയം 10:30 11 മണിയായേ. പിന്നെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓടി നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ ഒരു വട്ടം വീഡിയോ എടുത്തതാണ്. അന്നേരം വീഡിയോ എടുത്തിട്ട് നോക്കിയപ്പോണ്ടല്ലോ എന്തൊക്കെയോ ഒരു വശപ്പശക്. പിന്നെ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് മക്കളൊക്കെ വന്ന് കേട്ടോ, മോളും പേരക്കുട്ടികളൊക്കെ വന്ന് നമുക്ക് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ബിരിയാണിയും വെച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ ആഘോഷിച്ചു. പിന്നെ എനിക്കങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നമ്മുടെ ഈ ദിവസം ചിലപ്പോൾ മിക്കതും അങ്ങ് മറന്നു പോകും. കല്യാണം കഴിഞ്ഞ് നമുക്ക് അങ്ങ് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ. ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. 25 വർഷം ഇപ്പോൾ കല്യാണം 25ാം വർഷം നമ്മൾ ആഘോഷിച്ചു. 25 വർഷം അത് എപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞ് മോളൊക്കെ വന്ന് നമ്മളെപ്പോഴും ആ വർഷം ആഘോഷിച്ചു. പിന്നെ 26ഉം 27ഉം ഒക്കെ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്നും വീണ്ടും 28ാം വർഷം. പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. മോൾ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആണ് വിശേഷം. അപ്പോൾ ഞാൻ ആ ദിവസമായിട്ട് നിങ്ങളോട് ഇച്ചിരി കിണ്ണാരം പറയുന്നത്. ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് കരുതി. വീഡിയോ ഇടണ്ട, ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. മക്കളെ കണ്ടെങ്കിൽ നമുക്ക് ഫോണൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഫോൺ നമുക്ക് എവിടെയെങ്കിലും കിടക്കും, ഫോണൊന്നും എടുക്കില്ല. നമ്മളെ മക്കളെ കൂടെ കളിയും ചിരിയായിട്ട് അവരെ കൂടെ കൂടുമ്പോഴത്തേക്ക് ഫോണൊന്നും എടുക്കുകയും നോക്കുകയും പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഫോണുകൾ എടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതും അറിയില്ല. നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനോ ഡിപ്രഷൻ അടിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല. അതുങ്ങളെ കളിയും ചിരിയും ആട്ടവും പാട്ടവും ഒക്കെ കണ്ടും കേട്ടും നമ്മളെ സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഇന്നത്തെ സൺഡേ ദിവസം പോയതേ അറിഞ്ഞില്ല. അപ്പം മക്കളുമൊക്കെ 9 മണിയായപ്പോൾ മക്കളുമൊക്കെ പോയി. അതിനുശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിയത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞ് ഇങ്ങനെ കാട് കയറി പോയിക്കൊണ്ടിരിക്കും. ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. പിന്നെ നമ്മളിവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവം എന്നറിഞ്ഞൂടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പഴയ പാട്ടൊക്കെയാണ് ഇട്ടത്. പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് ഇഷ്ടം. ഇപ്പോഴുള്ള മക്കൾക്കൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്കൊക്കെ ന്യൂ ജനറേഷൻ പാട്ടേ ഇഷ്ടപ്പെടുള്ളൂ. നമ്മളെപ്പോലെ ഉള്ളവർക്കാണ് പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയും എന്തൊക്കെയോ ഒരു ഫീലിംഗാണ്. അപ്പോൾ ഏതോ ഒരു പാട്ട് പാടിയപ്പം ഏത് പാട്ടാണ് വരികൾ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഏത് സിനിമയിലുള്ളതാണെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. എന്നാലും വരികൾ കറക്റ്റാണോ അല്ലേന്ന് അറിയണം. എന്നാലും എനിക്കറിയാവുന്ന ഒരു ലൈന് പാടാം. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്, നാടിൻ്റെ ഓമന മോളാണ്, ഞാവൽ പഴത്തിൻ്റെ ചേലാണ്,
കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്, നാടിൻ്റെയോ മനമോളാണ്, ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു കുളിർമയാണേ. ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് കഥ പറയുന്നത്. ഫാനിൻ്റെ ഒച്ചയിലും എൻ്റെ സൗണ്ടും കൂടെ ആകുമ്പോൾ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ടാണ് കഥ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു 7-8 മിനിറ്റ് കഥ പറഞ്ഞതാണ്. നോക്കിയപ്പോൾ അത് വശപുഷകമായതുകൊണ്ട് പിന്നെ അതിനെ ഓഫ് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് പറയുന്നു. ഇതും ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചതിൻ്റെ അല്ല, അപ്പം നമ്മൾ വിളമ്പിയ ആ സമയത്ത് ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തായിരുന്നു. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആഡ് ചെയ്താൽ വീണ്ടും ഞാൻ എഡിറ്റിങ്ങിന് ഇടേണ്ടി വരും. എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വീഡിയോ ഇടാൻ താമസിക്കും. രാത്രി 12 മണിയായാലും ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കൊതുക് ഫാൻ ഓഫ് ചെയ്തിട്ടേക്കണോണ്ട് കൊതുക് നമ്മളിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫാൻ ഓഫ് ചെയ്തിട്ടേക്കണോണ്ട് കൊതുക് നമ്മളെങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ ഇനി ഞാനിത് കേൾക്കാനും നിൽക്കുന്നില്ല കേട്ടോ. നേരെ ഞാൻ അങ്ങോട്ട് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ എന്ത് ശരിയോ തെറ്റോ എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് എന്താണെന്നോ ഏതാണെന്നോ അറിഞ്ഞൂടാ. എന്തായാലും എന്തെങ്കിലും പൊട്ടത്തരോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് ലൈവും വന്നില്ല. ഇന്നലെ ലൈവ് വന്നില്ല കേട്ടോ. സമയം അങ്ങനെ അങ്ങ് പോകുന്നു. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.